ഒരു വാക്യം നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 15 വാക്യം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 15 വാക്യം. കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതിനും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥനയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. പുതിയ നിയമസഭയ്ക്ക് ഏറ്റവും കൂടുതൽ ലേഖനം എഴുതിയ, ദൈവസഭയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടം സഹിച്ച, കാരാഗ്രഹത്തിൽ കിടന്ന ആമേൻ സ്വത്രം ഒന്നുകുറെ ആമേൻ 40 അടി 5 പ്രാവശ്യം വാങ്ങി, കപ്പൽച്ചേതത്തിലാവപ്പെട്ട്, കരയിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, പട്ടിണി, പൈതാവ്, ദുഃഖം, പ്രതികൂലം, പ്രശ്നങ്ങൾ, ഇങ്ങനെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പുതിയ നിയമസഭയുടെ പ്രവർത്തനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട കർത്താവിന്റെ ദാസൻ ആമേൻ ദൈവസഭയെ കുറിച്ച് പറയുമ്പോൾ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, ദൈവസഭയെ കുറിച്ച് എനിക്ക് ആത്മീക തിരക്കുണ്ട്. ആമേൻ ആത്മഭാരത്തോടുകൂടെ ദൈവദിനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേകനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത്രയും വലിയ തിരക്കുള്ള, ഇത്രയും വലിയ കഷ്ടങ്ങൾ സഹിച്ച, ഇത്രയും ദൈവസഭയ്ക്ക് വേണ്ടി അധ്വാനിച്ച കർത്താവിന്റെ ദാസൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വ്യക്തിപരമായി ദൈവവുമായുള്ള നമ്മുടെ ബന്ധമാണ്. സാമൂഹികമായ ഒരു ബന്ധമല്ല സഭാപ്രവർത്തനം അല്ലെങ്കിൽ ആത്മീയം എന്ന് പറയുന്നത് വ്യക്തിബന്ധമാണ്. ദൈവവുമായി നമുക്കൊരു വ്യക്തിബന്ധം ഉണ്ടായിരിക്കണം. അപ്പച്ച എന്ന് നമ്മള് മലയാളത്തിൽ കർത്താവിനെ വിളിക്കാറുണ്ട്. പക്ഷെ നമ്മള് നാട്ടുകാരുടെ അപ്പച്ചന്മാരെ നമ്മൾ അപ്പച്ചാന്ന് വിളിക്കാറില്ല. നമ്മുടെ അപ്പച്ചനെ നമ്മൾ അപ്പച്ചാന്ന് വിളിക്കും. നമ്മുടെ പപ്പായെ നമ്മൾ പപ്പായെന്ന് വിളിക്കാറുണ്ട്. ആ ബന്ധം നമ്മുടെ കർത്താവുമായി വ്യക്തിപരമായി നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പ്രാപിപ്പാൻ കഴിയുള്ളൂ. സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട കർത്താവിന്റെ ദാസൻ ദൈവത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ദൈവമക്കളുടെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എത്ര വലിയ തിരക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും, എത്ര വലിയ കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിൽ നിരത്തി വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരുപക്ഷെ എല്ലാ കൂട്ടായ്മകൾക്കും എല്ലാവർക്കും വന്നു ചേരുവാൻ കഴിഞ്ഞില്ല എന്ന് വരാം. അങ്ങനെയുള്ള തിരക്കുകൾ ബുദ്ധിമുട്ട് നമുക്കുണ്ടെങ്കിലും വ്യക്തിപരമായ ദൈവസന്നിധിയിൽ അടുക്കുവാനുള്ള സമയം നമ്മൾ കണ്ടെത്തുകയാണ്. ഇവിടെ എഫേസ്യ സഭയ്ക്ക് ലേഖനം എഴുതിയാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ആ ലേഖനത്തിലൂടെ അവരെ പ്രബോധിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഓർപ്പിച്ചു, പൗലോസ് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചപ്പോൾ തന്നെ താനൊരു പയനിയർ വർക്കറായിരുന്നു. എവിടെയെങ്കിലും ചെല്ലുക, കണ്ടവരോട് സുവിശേഷം പറയുക, അവിടെ ദൈവസഭ സ്ഥാപിക്കുക. അങ്ങനെ അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫെസോസിൽ എത്തിയെന്ന് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അവനടുത്ത് വേഗത്തിൽ കമ്പി വാങ്ങിച്ച് പെട്ടെന്ന് സർവീസുകാരന്മാർ വേദസ്വം എടുക്കണം. എന്നിട്ട് വാക്കുകളുമായി സമയമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലോട്ട് കേട്ട് പെട്ടെന്ന് നിർത്താൻ, അല്ലെങ്കിൽ ഇന്നും എനിക്ക് എത്താൻ പറ്റുകയില്ല. അവസാനം നിങ്ങൾ പറയും, പാസ്റ്റർ പ്രസംഗം ശരിയായില്ല. അത് ശരിയാകണമെങ്കിൽ പെട്ടെന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 1-ാമത്തെ വാക്യം. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. അപ്പൊ പൗലോസ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. ദൈവരാജ്യ മൊത്തത്തിന് വേണ്ടി, കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി താൻ ഇങ്ങനെ വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നപ്പോൾ താൻ കൊരിന്തിലായിരുന്നു. കൊരിന്ത് സഭയിലെ പാസ്റ്ററായിരുന്നു. അവിടുന്ന് താനെ കൊരിന്തിൽ കൊരിന്തിലിരിക്കുക. അപ്പൊല്ലോസ് താനുമായി ഒരുമിച്ച് സഹകരിക്കുന്ന ഒരു ദേവദാസനായി താൻ കൊരിന്തിലിരിക്കുമ്പോൾ താൻ കൊരിന്തിൽ അപ്പൊല്ലോസിനെ ആക്കിയിട്ട് അവിടുന്ന് ഉൾപ്രദേശങ്ങളിലൂടെ താൻ സഞ്ചരിക്കുകയാണ്. പൗലോസിന്റെ ജീവിതത്തിലെ പ്രത്യേകത ദൈവസഭയുടെ പ്രവൃത്തിയായിരുന്നു. ജീവിതത്തിൽ മുന്നേ തന്നെ കുറിച്ച് മറ്റുള്ളവർ അറിയുന്നതിനേക്കാൾ, താൻ ആരാണെന്ന് മറ്റുള്ളവർ അറിയുന്നതിനേക്കാൾ, തന്നെ പരസ്യപ്പെടുത്തുന്നതിനേക്കാൾ തന്റെ വ്യക്തിഗത ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുകയാണ്. ദൈവ
ദൈവങ്ങളെ കാലഘട്ടത്തിൽ നാം അനുഗ്രഹിക്കേണ്ട ചില കാര്യങ്ങൾ ദൈവജനത്തിലുണ്ട്. ഒന്ന്, നാം നമ്മെ തന്നെ താഴ്ത്തി ദൈവത്തിനോട് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. നാം ആരായിക്കൊള്ളട്ടെ, നാം എവിടുന്ന് വന്നായിക്കൊള്ളട്ടെ, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയോ നമ്മുടെ കഴിവോ നമ്മുടെ അതൊക്കെ ദൈവം നമുക്ക് തന്നതാണെന്ന് ഉൾക്കൊള്ളുകൊണ്ട് നാം പുറകിൽ നിന്നുകൊണ്ട് യേശുവിനെ ഉയർത്തുവാൻ ഈ ദിവസത്തിൽ നാം തയ്യാറായ ദൈവം നമ്മെ മാനിക്കും. ദൈവമാണ് പൗലോസ് കൊരിന്തിൽ അപ്പൊല്ലോസിനെ ആക്കിയിട്ട് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു. ഉൾപ്രദേശം എഴുതിയിരിക്കുന്നത് മറ്റാരും അറിയാതെ, താൻ ചെല്ലുന്നതിന് മുമ്പ് അനൗൺസ്മെന്റ് നടത്താതെ, താൻ ചെല്ലുന്നതിന് മുമ്പ് നോട്ടീസ് അടിക്കാതെ, താൻ വരുന്നു എന്ന് വിളിച്ചു പറയിക്കാതെ രഹസ്യത്തിൽ ചെന്നിട്ട് കണ്ടവരോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നു. കണ്ടവരോട് യേശു വിടുവിക്കുന്നവനാണ്, യേശു രക്ഷിക്കുന്നവനാണ്, യേശു മാത്രമാണ് രക്ഷകനെന്ന് അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ താൻ സഞ്ചരിച്ച് എഫെസോസിലെത്തി. അവിടെ ചെന്ന് ചില ശിഷ്യന്മാരെ കണ്ടു. ആ ഭാവം വിസ്തരിക്കാൻ സമയമെടുക്കുന്നില്ല. അവിടെ ചില ശിഷ്യന്മാരെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു, വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. നോക്കൂ, അന്നുമുണ്ട് ഇന്നുമുണ്ട് ദൈവസഭയിൽ എന്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും അറിയാത്തവർ. മഹാകഷ്ടമാണ് ദൈവമക്കളെ. 21-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നറിയാത്ത ബെന്തിക്കോസുകാരെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. ഈ ദിവസങ്ങൾ ആത്മാവിനെ പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾ തയ്യാറാക്കണം. അപ്പോൾ പോലും ചോദിക്കുകയാണ്, നിങ്ങളുടെ സ്നാനം എന്താണ്? അവർ പറഞ്ഞു, ഞങ്ങൾ യോഹന്നാന സ്നാനം കഴിച്ചു. അവരോട് വരുമ്പോൾ കാണുന്നത് യോഹന്നാന സ്നാനം കഴിച്ചു. അവർ യേശുക്രിസ്തുവിനെ വിശ്വാസത്തിലേക്ക്, അവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ പൗലോസിനിടയായി. അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അതിനുശേഷം അടുത്ത വാക്യം വായിക്കുമ്പോൾ വായിക്കേണ്ട അടുത്ത ഭാഗത്ത് നാം കാണുന്നത് ഇങ്ങനെയാണ്, അവൻ അവരുടെ മേൽ കൈവച്ചപ്പോൾ ആത്മാവ് അവരുടെ മേൽ വന്നു. ആത്മാവ് അവരുടെ മേൽ വന്നു. അവർ പ്രവചിക്കാൻ തുടങ്ങി. അങ്ങനെ സ്വതന്ത്രത കഴിഞ്ഞ് അവർ ഏകദേശം 12 പേരായിരുന്നു. എന്നിട്ട് 3 മാസം പൗലോസ് അവിടെ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഒരു സഭ വളരണമെങ്കിൽ, ഒരു ദേശം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ജനം വചനം പഠിക്കണം. വചനം പഠിച്ച് സത്യം ഗ്രഹിക്കുമ്പോഴേ സത്യം നമ്മളെ സ്വന്തമാക്കുകയുള്ളൂ. അതുകൊണ്ട് ശ്രീകൃതദാസൻ വചനം പ്രസംഗിച്ചു. 3 മാസം വചനം പ്രസംഗിച്ചപ്പോൾ അവരിൽ ചിലർ എതിർത്തു നിന്നു. നോക്കണം, ദൈവവചനം വെളിപ്പെടുമ്പോഴാണ് പിശാചുകളവെന്നത്. ദൈവവചനം യഥാർത്ഥമായി വെളിപ്പെടുമ്പോൾ നല്ലതും തീയതും തെളിഞ്ഞു വരും. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ചിലരുടെ മേൽ കുത്തുകൊള്ളു. അവർക്ക് പാപം വിട്ടൊഴിയാൻ വളരെ പ്രയാസമായി വരുമ്പോൾ അവർ വിട്ടുമാറിപ്പോകും. അപ്പോൾ ഇവിടെ കാണുന്നു, അവൻ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഇത് താഴ്ന്നു പഠിക്കാൻ പറ്റും മലയാളം, എല്ലാവരും വായിക്കാൻ ചെയ്യാമല്ലോ പെട്ടെന്ന്. ആ ഭാഗത്ത് ആ പുരുഷന്മാരെല്ലാവരും കൂടി 12ഓളം പേരുണ്ടായി. അടുത്ത വാക്യം കിട്ടും, 9-ാമത്തെ വാക്യം. ആ പുരുഷന്മാരെല്ലാവരും കൂടി എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന്റെ മുൻപാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ എന്താ പറയുന്നു, അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു. ഇതിന്റെ പേരാണ് വേർപാട്. മനസ്സിലായോ? ഇതിന്റെ പേരാ വേർപാടെന്ന്. അല്ല, നമ്മൾ ഉണ്ടാക്കുന്ന സഭയുടെ പേരല്ല വേർപാട്. ഒരു ശിഷ്യന്മാരെ, വചനം പഠിച്ചവരെ, കൃപയിൽ നിൽക്കുന്നവരെ, ആത്മാവിൽ നിൽക്കുന്നവരെ അനാത്മീകന്റെ ഇടയിൽ നിന്ന് വേർതിരിക്കുന്നതിനാ വേർപാടെന്ന് പറയുന്നത്. എല്ലാം കൂടെ കിടന്ന് ഇളകി മറിയുന്നതല്ല വേർപാട്. ഇവിടെ വചനം പറയുന്നു, അവനെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു. തുറന്നോസിന്റെ പാഠശാലയിൽ ദിനം പ്രതി സമ്പാദിച്ചു പോന്നു. പിന്നെ ഏതാണ്ട് 3 വർഷത്തോളം പൗലോസോട് ദൈവവചനം പ്രസംഗിച്ചു. അനേകർ യേശുവിലേക്ക് വരുവാനിടയായി. എഫെസോസ് സഭയുടെ സ്ഥാപനം ആരംഭിച്ചു. എഫെസോസിൽ ഒരു സഭയുണ്ടായി. കർത്താവിദാസൻ എഫെസോസിലെ സഭ പരിപ്രവർത്തനങ്ങൾ കഴിഞ്ഞ് സഭ ഏകദേശം ഒരു സെറ്റപ്പ് ആയപ്പോൾ താൻ അവിടെ നിന്നില്ല. അടുത്ത ആളിനെ സഭയിപ്പിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് താൻ സഞ്ചരിച്ചു. തന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത സുവിശേഷകരുടെ വിശാലതയ്ക്ക് വേണ്ടി അടുത്ത സ്ഥലത്തേക്ക് പൗലോസ് സഞ്ചരിച്ചു. ഇങ്ങനെ താൻ പോയി അനേക സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു. അവസാനം തന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുടെ കഷ്ടങ്ങൾ ജീവിതത്തിൽ നേരിട്ടു. താൻ കാരാഗ്രഹത്തിലായി. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ തന്റെ സവിശേഷനായ തിഖിക്കോസിന്റെ കയ്യിൽ ഈ ലേഖനം എഴുതി കൊടുത്തു. എഫെസോസ് സഭയ്ക്ക് എഴുതി കൊടുത്തിട്ട് അവരോട് പറഞ്ഞ് അവരെ വായിച്ചു കേൾപ്പിക്കണം. നിങ്ങൾ അറിയണം എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ പൗലോസ് ആ ലേഖനത്തിൽ അവരെ പ്രബോധിപ്പിച്ച് എഴുതിയ വാചകമാണ് എഫെസ് ലേഖനം. എഫെസ് ലേഖനം 5-ാം അധ്യായത്തിൽ താൻ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പൗലോസിന്റെ പ്രാർത്ഥന? സ്വതന്ത്രം പ്രാർത്ഥിച്ചത് എഫെസിലുള്ള വിശ്വാസികൾ ആത്മീയരായി മാറണം. അവർ അധികമായി വളരുകയോ, അവർ അനുഗ്രഹിക്കപ്പെടുകയോ, അവർ വീട് വെക്കുകയോ, തോട്ടം വാങ്ങുകയോ, അവർ വലിയവരായി തീരുകയോ, അത് രണ്ടാമത്തെ കാര്യമാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഈ ജനം തകർന്നു പോകാതിരിക്കുവാൻ, അവർ അനുഗ്രഹിക്കപ്പെടുവാൻ, അവർ ശ്രേഷ്ഠരായി തീരുവാൻ, അവർ കൃപാവരങ്ങളാൽ നിറയപ്പെടുവാൻ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ താൻ എവിടെല്ലാം സഞ്ചരിച്ച്
കണ്ടു. അവിടെയുള്ള ദൈവജനത്തെ ഓർത്ത് ഇടുവിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ആത്മഭാരമുള്ളവരായ അഭിഷക്തൻ രാജത്തിൽ കിടന്ന ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ അവൻ സ്വന്തം മൂന്നാം അധ്യായത്തിലും പൗലോസിന്റെ പ്രാർത്ഥന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 3-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കാമോ? പൗലോസ് പറയുകയാണ്, അന്ന് ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും കാരണഭൂതനായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. എന്നിട്ടോ അവന്റെ പ്രാർത്ഥന ഇതാണ്, കർത്താവേ, ഭൗതികമായി അനുഗ്രഹിക്കപ്പെടുന്നതിനേക്കാൾ ദൈവജനം ആത്മീകം അനുഗ്രഹിക്കപ്പെടണം. അതിനുവേണ്ടി താൻ പ്രാർത്ഥിക്കുന്നു. അവൻ തന്റെ പ്രാർത്ഥന വാചകം ഇതാണ്, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ അകത്തെ മനുഷ്യൻ ശക്തീകരിക്കപ്പെടണം. കർത്താവെ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, രോഗം വരുമ്പോൾ, വെല്ലുവിളി വരുമ്പോൾ അവർ പിന്മാറിപ്പോകാൻ ഇടയാകരുത്. അവരുടെ അകത്തെ മനുഷ്യനെ ശക്തീകരിക്കണം. അവരെ എന്തിനാ വിളിച്ചതെന്നോ, ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ ഉണ്ടെന്നോ, ദൈവത്തിന്റെ അഭിഷേകം അവരുടെ മേൽ ഉണ്ടെന്നോ, അവർ ദൈവത്തിന്റെ നാമത്തെ സ്നാനപ്പെട്ടവരാണെന്നോ, അവർ ആത്മാവിനാൽ നിറഞ്ഞവരാണെന്നോ, ശത്രുവിനവരെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ലെന്നുള്ള ആ വിശ്വാസം അവർക്ക് കൊടുക്കണമേ എന്ന് പൗലോസ് പ്രാർത്ഥിക്കട്ടെ. അവരുടെ ഹൃദയങ്ങളിൽ അവർ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോട് ബലപ്പെടേണ്ടതിനോ അടുത്ത പ്രാർത്ഥന ക്രിസ്തു വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളിൽ വസിക്കണോ. ഒരിക്കലും അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയരുത്. പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് നിരാശ പറയാതിരിക്കുക. വിശ്വാസത്താൽ അവരുടെ ഉള്ളം നിറയ്ക്കണമേ എന്ന് ദൈവദാസൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ സ്നേഹത്തിൽ വേരൂന്നണം. അടിസ്ഥാനപ്പെട്ടവരായി അതിന്റെ നീളം, വീതി, ഉയരം, ആഴം എന്തെന്ന് ഗ്രഹിപ്പാൻ തക്കവണ്ണം വിശ്വാസത്തെ കവിയുന്ന ആഴം എന്നത് ഗ്രഹിപ്പാൻ തക്കവണ്ണം പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവോട് നിറഞ്ഞു വരികയും വേണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ കാല ദൈവമക്കളെ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലോ ആ ക്രിസ്തുവിൻ അവന്റെ പരിജ്ഞാനത്തെ കവിയുന്ന ആ ദൈവ സ്നേഹം നമ്മളിൽ ഉണ്ടെങ്കിൽ അവൻ പൗലോസ് പറയുന്നു, ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്ക് വേർതിരിക്കുവാൻ കഴിയോ? കഷ്ടതയോ പട്ടിണിയോ നിന്നയോ പ്രതികൂലങ്ങളോ എന്തു വന്നാലും ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും എന്നെ വേർതിരിക്കാൻ കഴിയുകയില്ല. ഈ ധൈര്യം എന്ന് കാലം പ്രാപിക്കണം. സഭ ആത്മീയമായി വളർത്തപ്പെടുവാൻ, അവർ ഉറച്ചു നിൽക്കുവാൻ, അവർ ദൈവത്തിനുവേണ്ടി നിൽക്കുവാൻ ദൈവജനത്തിലൂടെ പ്രാർത്ഥിക്കുക. നമുക്ക് മടങ്ങി വരാം. 1-ാം വാക്യത്തിൽ തന്റെ പ്രാർത്ഥന ബേസിലുള്ള ദൈവമക്കളെ കുറിച്ച് താൻ എന്താണ് പ്രാർത്ഥിച്ചത്? ഇന്ന് പകൽ നമ്മുടെ പ്രാർത്ഥനയുടെ സ്ഥിതി ഒന്ന് മാറണം. നമ്മുടെ വാചകം ഒന്ന് മാറണം. ഭൗതിക കാര്യങ്ങളിൽ തട്ടിക്കിടക്കാതെ ഇന്ന് പകൽ ഭൗതിക മണ്ഡലങ്ങളെ മാറ്റിവെച്ച് ആത്മീയതയ്ക്ക് വേണ്ടി സ്വർഗം നിന്റെ നിലവിൽ തുറക്കപ്പെടുവാൻ, ചില വിടുതലുകൾ കാണുവാൻ, ചില ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഈ ദിവസം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ നാളിൽ വെളിപ്പെടുവാൻ കഴിയോ? ഹല്ലേലൂയ! സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാമോ? അതിന്റെ 17-ാമത്തെ വാക്യം, നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഇന്ന വിഷയങ്ങളിൽ അവർ അനുഗ്രഹിക്കണം. നിങ്ങൾക്ക് തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം കർത്താവെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പലരുടെ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവം ആരാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ നിറഞ്ഞു വരണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എന്താണെന്ന് ഇന്ന് പകൽ നമ്മൾ മറക്കരുതേ. ദൈവത്തിന്റെ പനി പൗലോസ് പറഞ്ഞ കർത്താവേ, അവർ നന്മ പ്രാപിക്കുമ്പോൾ, അവർ നല്ല വീട് വെക്കുമ്പോൾ, അവർ നല്ല തോട്ടം വെക്കുമ്പോൾ, അവർ നല്ല ജോലി മേടിക്കുമ്പോൾ, നല്ല പൗണ്ട് പേഴ്സിൽ വരുമ്പോൾ യേശുവിനുള്ള പരിജ്ഞാനം അവരിൽ നിന്ന് മാറിപ്പോകാതിരിക്കുക. അവർ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ വരാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ തള്ളിപ്പറയാനുള്ള പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ ദൈവത്തിന് മറന്നു പോകുന്ന സന്ദർഭം ഉണ്ടായെന്ന് വരാം. എന്നാൽ അത് വരുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നിന്റെ ഉള്ളിൽ നിറഞ്ഞാൽ ഒരിക്കലും കർത്താവിനെ തള്ളിപ്പറയാൻ വരികയില്ല.
ഞാൻ കഷ്ടതയിലായത് നന്നായി, എന്റെ കർത്താവിന്റെ ഗുണപാഠങ്ങൾ പഠിപ്പാനിടയായി. ചില കഷ്ടത നമ്മൾ ജീവിതത്തിൽ കടന്നു വരുന്നത് ചിലപ്പോൾ ചില കഷ്ടതകൾ ചില പിന്മാറ്റത്തിലേക്ക് പോകാൻ കാരണമായിട്ടുണ്ട്. ചില രോഗങ്ങൾ ചില ചോദിക്കുന്നു, ഞാൻ ദൈവത്തെ ആരാധിച്ചത് കൊണ്ട്, ദൈവത്തിന് വേണ്ടി ഇറങ്ങിയത് കൊണ്ട്, ഒറ്റയ്ക്ക് സാമുദായിക സഭകള് ജാതീയ ബന്ധങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടു എന്റെ ജീവിതത്തിൽ രോഗമുണ്ടായല്ലോ, അതുകൊണ്ട് ഈ ദൈവം നല്ലവനല്ല എന്ന് പറഞ്ഞ് പിന്മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയുക, കർത്താവേ, ഇവരുടെ മുമ്പിൽ പ്രതികൂലങ്ങൾ വരാം, പ്രശ്നങ്ങൾ വരാം, രോഗങ്ങൾ വരാം, നിന്ദകൾ വരാം, എന്നാൽ അപ്പോൾ ആ യേശുവിന്റെ പരിജ്ഞാനത്താ നീ അവരെ നിറയ്ക്കണമേ. യേശു പറഞ്ഞു, എന്താണ്? ദൈവം പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടണം. കഷ്ടം വരുമ്പോൾ കഷ്ടത സഹിച്ച കർത്താവിനെ ഓർത്തുകൊള്ളണം. കഷ്ടത സഹിച്ച കർത്താവിനെ ഓർത്തുകൊള്ളണം. അവൻ കാൽവരിയിൽ കൈകാലുകൾ വിരിച്ചിട്ട് യഹൂദന്മാരുടെ മുമ്പിൽ അവരെ പരിഹസിക്കുമ്പോ അവൻ നിലവിളിച്ചു, ഏലി ഏലി ലമ്മാ ശബക്താനി, അർത്ഥം എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? അവൻ തന്നെ തന്റെ ദൈവത്തിൽ ആശ്രയിച്ചു. ആ മാതൃക നാം എടുക്കണം, ആ പരിജ്ഞാനം നാം എടുക്കണം. രോഗം വരുമ്പോൾ ദൈവസ്ഥനെ പിറുപിറുക്കാതെ, വേദന വരുമ്പോൾ ദൈവസ്ഥനെ പിറുപിറുക്കാതെ, പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തെ തള്ളിക്കളയാതെ യേശു കാണിച്ച പരിജ്ഞാനം ഇന്ന് മുതൽ കാലം നാം കാണിപ്പാൻ തയ്യാറാകണം. ഇതാണ് സഭയെ കുറിച്ച് ദൈവദാസൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടെ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ കൊടുക്കണം. എന്താണ് ജ്ഞാനം? ഒരു കർത്താവേ, അവർക്ക് ജ്ഞാനം നീ കൊടുക്കണം. ഈ ദിവസങ്ങൾ നാം ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന കർത്താവേ, നിന്റെ ജ്ഞാനത്താൽ തക്ക സമയത്ത് സംസാരിക്കേണ്ട വാക്ക് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല, എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനത്താൽ ദൈവം സന്നിധി സംഘത്തിന്റെ നടുവിൽ നിർത്തി. സന്നിധി സംഘം എന്ന് പറഞ്ഞാൽ ഭൂതന്മാരുടെ ഭൂതന്മാരുടെ ഇടയിലെ ഒരു വലിയ സംഘമാണ്. മഹാപുരോഹിതൻ ഉൾപ്പെടെയുള്ള 72 പേർ അവനെ വിസ്തരിക്കുവാൻ കോടതി പോലുള്ള സ്ഥലത്ത് പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തിയിരിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും മറുപടി പറയണം. പൗലോസ് പറഞ്ഞു, എന്ത് സംസാരിക്കണം എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനത്താ എന്റെ നാവിനെ നിറച്ചു. നമുക്കറിയാം, അഗ്രിപ്പാ രാജാവിന് മുമ്പിൽ നിൽക്കുമ്പോ പൗലോസിന്റെ കയ്യിൽ ചങ്ങലയുണ്ട്. അവനെ കൊണ്ടുവന്ന് വിസ്തരിപ്പാൻ തുടങ്ങി. അവൻ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് ശക്തമായി സംസാരിച്ചു. വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ അവന്റെ ഉള്ളത്തിനകത്ത് കൊത്തുകൊള്ളാൻ തുടങ്ങി. അവൻ പറഞ്ഞ, അഗ്രിപ്പാ രാജാവേ, ഈ ചങ്ങല ഒഴികെ ഞാൻ ഒരു ദോഷം ചെയ്തിട്ടില്ല. യേശു ക്രിസ്തുവിന്റെ സ്ഥാനാവധിയായി ചങ്ങല ധരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ പരിജ്ഞാനത്തിന്റെ വാക്ക് പറഞ്ഞപ്പോ അവരുടെ വാ അടഞ്ഞുപോയി. അവർ പറഞ്ഞ അവനെ കൊണ്ടുപോകും. പിന്നെ സംസാരിക്കാമെന്ന് പറയത്തക്ക നിലയിൽ ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ നിറഞ്ഞു. ദൈവത്തിലെ ഒരു സ്ഥലത്ത് നീ ആയിരിക്കുമ്പോ, ഒരു മണ്ഡലത്തിൽ നീ ആയിരിക്കുമ്പോ, നിന്റെ വാ അടയ്ക്കുവാൻ ശത്രു വരുമ്പോ ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ നിറഞ്ഞ ആത്മാവിൽ സംസാരിപ്പോ ഉള്ള കൃപയുടെ ഒഴുക്കാണ്. അവർ നിന്റെ പരിജ്ഞാനത്താൽ നിറയട്ടെ. അപ്പോൾ പോലീസ് പ്രാർത്ഥിക്കുകയാണ്, അവർക്ക് ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ പരിജ്ഞാനത്തിന്റെ ആത്മാവ്. ഒന്ന് പരിജ്ഞാനം, രണ്ട് ജ്ഞാനത്തിന്റെയും, മൂന്ന് വെളിപ്പാടിന്റെ ആത്മാവ്. വെളിപ്പാടിന്റെ ആത്മാവിനെ കൊടുക്കണമെന്ന് കാവൽദാസൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കർത്താവേ, അവർക്ക് ദൈവത്തെ കുറിച്ചൊരു കാഴ്ചപ്പാട് കൊടുക്കണമേ. അവർ ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ്. എന്റെ ശുശ്രൂഷയാൽ അവർ മുന്നോട്ട് വന്നവരാണ്. എന്നെ കൊണ്ട് കഴിയാവുന്ന നിലയിൽ ദൈവവചനത്തിന് വെളിപ്പാട് ഞാൻ അവർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്നതിനേക്കാൾ നിന്റെ വചനത്തിൽ നിന്ന് വെളിപ്പാട് പ്രാപിപ്പാൻ നിങ്ങൾക്ക് ഒരു കൃപ കൊടുക്കണമെന്ന് ആ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള പ്രതികൂലങ്ങളിൽ ഇവിടെ ഒരു സാക്ഷ്യം പറഞ്ഞതുപോലെ എല്ലാവരും ദുഃഖത്തിന്റെ കാര്യം പറയുമ്പോ, എല്ലാം നിന്ദിക്കുമ്പോ നിന്റെ ഹൃദയത്തിനകത്ത് വചനത്തിലൂടെയുള്ള ദൈവത്തിന്റെ വെളിപ്പാട് തന്ന് നിന്റെ ദൈവം വിടിവിക്കുന്നവരാണെന്ന്, നിന്റെ ദൈവം സഹായിക്കുന്നവരാണെന്ന്, നിന്റെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കുന്നവരാണെന്ന് ഒന്ന് വെളിപ്പാട് കാണുവാനുള്ള ആ കൃപ ഭാവിക്കുകയാണ്. അവർ ഭൗതികമായി അനുഗ്രഹിക്കപ്പെടുന്നതിനേക്കാൾ, അവർ ഭൗതികമായി ഉയർത്തപ്പെടുന്നതിനേക്കാൾ അത് തെറ്റാണെന്നല്ല. ഭൗതികമായ ഒരു കാര്യവും ദൈവസഭയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ചില്ല. വചനം പറയുന്ന, മുന്നമേ രാവിന്റെ രാജ്യവും അവന്റെ നീതി
നീതിയും അന്വേഷിക്കുക. അതോടുകൂടി നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരാൻ ദൈവശക്തന. നാം നന്മയുടെ പുറകെ ഓടണ്ട, നാം നന്മയുടെ പുറകെ ഓടണ്ട, നന്മ നമ്മുടെ പുറകെ വരണം. അതാ മകനോ, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. നീ അതിന്റെ പുറകെ പോകണ്ട. അതിന്റെ പുറകെ പോയവരെല്ലാം പരാജയ കുഴിയിൽ വീണിട്ടുണ്ട്. എന്നാൽ പൗലോസ് പ്രാർത്ഥിക്കുന്ന വചനത്തിന്റെ വെളിപ്പാട് അവർ കൊടുക്കണമേ. ജീവിതത്തിൽ വന്ന പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കുവാനുള്ള കൃപ പകരപ്പെടുന്ന വചനത്തിന്റെ വെളിപ്പാടിനാൽ നീ അവരെ നിറയ്ക്കണമേ എന്ന് അവൻ പ്രാർത്ഥിക്കുകയോ. പ്രാർത്ഥിക്കത്താവേ, അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവരെ എന്തിനാണ് വിളിച്ചതെന്നുള്ളതിന്റെ ആശ നീ ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കണമേ. പൗലോസ് പ്രാർത്ഥിക്കത്താവേ, അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവരുടെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം എന്താണ് അവയെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്താൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ആത്മാവിന്റെ ശക്തി ഇന്നതെന്നും ഒന്ന് അവർ തിരിച്ചറിയുവാൻ നീ അവർ ഇടയാക്കണമേ എന്ന് അദ്ദേഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോ ദൈവദാസൻ പ്രാർത്ഥിക്കത്താവേ, അവരുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണമേ. ഇത് ലോകത്തിന്റെ പലരുടെയും ജീവിതത്തിൽ ഹൃദയത്തിലെ കാഴ്ച, ഉൾക്കൺകാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അനേകരുടെ ജീവിതത്തിൽ ആത്മീയ കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കത്താവേ, എന്റെ ഹൃദയത്തിന്റെ ഉൾക്കാഴ്ച മടക്കി തരണമേ. ദേഹത്തെ മനുഷ്യനെ ശക്തീകരിക്കണമേ. അല്ലെങ്കിൽ മങ്ങിയിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് നീ അത് വിടുവിക്കണമെന്ന് ആത്മാർത്ഥമായ ദിവസത്തെ പ്രാർത്ഥിക്കാൻ കഴിയുമ്പോൾ പ്രാർത്ഥിക്കത്താവേ, അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് എന്തിനാണ് നീ അവരെ വിളിച്ചത്? ചിലർ പറഞ്ഞാൽ ഞാൻ ചുമ്മാതി വരികയോ, ഏതായാലും സഭായം ഞായറാഴ്ച വീട്ടിൽ കിടന്നാലും ഓർമ്മ, ഇവിടെ വന്നാലും ഓർമ്മ അവസരം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചെങ്കിൽ പോരുകയാണോ? എന്താ ദൈവമക്കളെ നമ്മുടെ വിളി? എന്തിനാണ് നമ്മെ വിളിച്ചത്? നമ്മുടെ വിളിയാരുടെ ആശയം എന്തായി? ദൈവസഭയിൽ നിങ്ങളെ ദൈവം കൊണ്ടുവന്നിരിക്കുന്ന ഉത്തരവാദിത്വം ഇവിടെ ഇരിക്കുന്ന ചെറിയവരായ വലിയവരായ ഓരോരുത്തർക്കും ഓരോ ദൈവിക പദ്ധതി. ഈ സഭയ്ക്കകത്തെ ആലയത്തിലെ ജീവനുള്ള കല്ലുകളായി ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ നിങ്ങളെ കുറിച്ചൊരു വിളി ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെ കുറിച്ചുള്ള വിളിയുടെ ആശയം എന്താണ്? നീ എന്തായാലും എന്നെ വിളിച്ചു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ വിളിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ഉറപ്പിൽ നീ ഒരു തീരുമാനം എടുത്തെങ്കിൽ ഇനിയും പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, എന്റെ ഹിതമല്ല നിന്റെ ഹിതം എന്നിൽ നടക്കണം. നീ എന്ത് എന്നെ കുറിച്ച് ആഗ്രഹിക്കും? ഞാൻ എവിടെ പോകണം? ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഏത് കാര്യം ചെയ്യണം? എന്നെ കുറിച്ച് ദൈവസഭയ്ക്കകത്തുള്ള വിളിയുടെ ആശയം, ആത്മീയതയിൽ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് എന്നോട് പറയണമേ. ദൈവസഭയിൽ പ്രാർത്ഥിക്കാതെ പ്രവാചകന്മാരുടെ പുറകെ ഓടാതെ, അവിടെ ആ വഴി ഇവിടെ ആ വഴി എന്ന് പറയുന്നതിന്റെ പുറകെ ഓടാതെ, പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹത്താൽ നിറയപ്പെടുന്ന ആത്മാവിന്റെ ശക്തിയെ പ്രാപിച്ച് ദൈവസഭയിൽ നിന്ന് പ്രാർത്ഥിക്കാതെ എന്റെ വിളിയുടെ ആശയം എന്താ? നീ എന്തിനാ എന്നെ വിളിച്ചത്? നീ എന്തിനാ എന്നെ വിളിച്ചത് എന്നോട് ചോദിപ്പോ. ഈ പൽക്കാലം നമ്മത്തെ ദൈവങ്ങളിൽ പൗലോസ് പറഞ്ഞ കർത്താവേ, സഭയിലെ ദൈവമക്കളുടെ വിളിയുടെ ആശ എന്താണെന്ന് ദൈവമേ അവരെ വെളിപ്പെടുത്തണമേ. അവരുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി നീ ഒന്ന് പ്രകാശിപ്പിക്കണമേ. യേശുക്രിസ്തു തന്റെ ഗിരിപ്രഭാഷണങ്ങളിൽ പ്രധാനപ്പെട്ട പ്രഭാഷണത്തിൽ ഒന്നായ ഗിരിപ്രഭാഷണത്തിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 6-22 വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചുവള്ളതാണെങ്കിൽ ശരീരം മുഴുവനും പ്രകാശമായിരിക്കും. കണ്ണ് ഇരുണ്ടുപോയതാണെങ്കിൽ ശരീരം മുഴുവനും ഇരുട്ടാണ്. ദൈവത്തിൽ ഇന്ന് മുതൽ ദൈവാത്മാ നമ്മോട് ചോദിക്കുന്നു, നമ്മുടെ ഉള്ളിൽ ആത്മീയ കണ്ണിനെ കുറിച്ച് കർത്താവ് ശരീരം മുഴുവനും പ്രകാശമാണോ അതോ ഇരുട്ടാണോ? ഭാവിയെ കുറിച്ച് ഇരുളടഞ്ഞ അനുഭവമാണോ? എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല, എന്നെ കൊണ്ട് ദൈവത്തിന് എന്താ ഉപദേശം എനിക്ക് അറിഞ്ഞുകൂടാ, ബൈബിൾ കോളേജിൽ പോയിട്ട് അവിടെ എടുക്കുന്നില്ല, ജോലിക്ക് പോയിട്ട് വഴി തുറക്കുന്നില്ല, എന്ത് ചെയ്യാൻ നോക്കിയിട്ട് ഒരു കാര്യത്തിന് വിടുതലുണ്ടാകുന്നില്ല. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്ന ദൈവത്തോട് ചോദിച്ചു, എന്നെ വിളിച്ചതിന്റെ ഉദ്ദേശം എന്താ? എന്റെ വിളിയുടെ ആശയം എന്താ? എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താ എന്ന ദൈവത്തോട് ചോദിപ്പാൻ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ദൈവദാസൻ പറഞ്ഞ കർത്താവേ, അവരുടെ വിളിയുടെ ആശ എന്താണെന്ന് നീ ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കണം. യേശു പറഞ്ഞു, ശരീരത്തിന്റെ വിളക്ക് കണ്ണാണ്. കണ്ണിന് പ്രകാശമുണ്ടെങ്കിൽ ശരീരം മുഴുവനും പ്രകാശമായി. കണ്ണ് ഇരുട്ടാണെങ്കിൽ പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇന്ന് ദൈവത്തോട് പ്രാർത്ഥന, കർത്താവേ, എന്റെ ഉൾക്കണ്ണ് ഒന്ന് തുറക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഇന്ന് പകൽക്കാലം ഒന്ന് പ്രകാശിപ്പാൻ തക്കണം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. ഓരോ സഭകളുടെ പ്രാർത്ഥന, കർത്താവേ, അവരുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അവരുടെ വിളിയുടെ ആശ ഇന്നതൊന്ന് വെളിപ്പെടുത്തണം.
അടുത്തത് വായിക്കുന്നത് ഇങ്ങനെയാണ്. അടുത്ത ഭാഗത്തേക്ക് വരുന്നത് ക്രിസ്തുവിൽ അവരെ വാക്യം വായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്തിന്റെ വ്യാപാരത്താൽ പ്രാർത്ഥിക്കത്താവേ അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഈ ശക്തിയെ കുറിച്ച് പൗലോസ് തന്നെ ഗുരുതി ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, എന്നാൽ ഇത് ഞങ്ങളുടെ മൺകൂടാരത്തിൽ പകരപ്പെട്ടിരിക്കുകയോ. ഈ ശക്തിയുടെ പ്രത്യേകത ഇത് പകരപ്പെട്ടിരിക്കുന്നത് മൺകൂടാരത്തിലോ. ഈ ശക്തി സാധാരണ ശക്തിയുള്ള ഒരു സാധനം അല്ലെങ്കിൽ വെയിറ്റുള്ള സാധനം മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു സാധനത്തിനകത്ത് പകരാമെങ്കിൽ, പാത്രത്തിൽ പകരാമെങ്കിൽ കൂടെ ഉടഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ തികച്ചും വ്യത്യസ്തമായിട്ട് പൗലോസ് പറയുന്നത് ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരത്തിൽ പകർന്നിരിക്കുക. അപ്പോൾ ഈ മൺകൂടാരത്തിലെ അത്യന്ത ശക്തി പകരപ്പെട്ടപ്പോൾ ഈ കൂടാരം കൂടെ ബലപ്പെടുകയോ. അതുകൊണ്ട് കർത്താവേ നിന്റെ ആത്മാവിനെ അവർ പാനം ചെയ്തിട്ടുണ്ട്, എന്നാൽ അതിന്റെ ശക്തി അവർ തിരിച്ചറിയണം. പലപ്പോഴും നമ്മുടെ കയ്യിൽ ദൈവാത്മാവിന്റെ വ്യാപാരം നമ്മുടെ മേലുണ്ട്, പക്ഷെ നമുക്കതിൽ വിശ്വാസക്കുറവ്, അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നീ ഒന്ന് ആജ്ഞാപിക്ക്, നീ ഒന്ന് ആത്മാവിൽ കൽപ്പിക്ക്, നീ പറ ഭൂലോകത്തെ കീഴ്മേൽ മറിച്ച് ആത്മാവിന്റെ ശക്തി അലമേലുണ്ട്. യേശുവിനെ കല്ലറയിൽ നിന്ന് പുറപ്പെടുപ്പിച്ച റോമൻ ഗവൺമെന്റ് ഇന്ത്യയിൽ മുദ്രയെ പൊട്ടിച്ച ദൈവശക്തി എന്റെ മേലുണ്ടെന്ന് വിശ്വസിക്കുക. കർത്താവേ അത്യന്ത ശക്തിയുടെ വലിപ്പം എന്താണെന്ന് അവനൊന്ന് തിരിച്ചറിയട്ടെ. അത്യന്ത ശക്തിയുടെ വലിപ്പം ഈ ദിവസങ്ങൾ ദൈവമക്കളെ ആ ശക്തിയുടെ വലിപ്പം നിങ്ങൾ തിരിച്ചറിയണം. ആ ശക്തിയുടെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ. അതിന്റെ രോഗത്തിന്റെ സെല്ലുകളെ തകർക്കുന്നതോ, അവരുടെ ബന്ധനങ്ങളെ പൊട്ടിക്കുന്നതോ, നിങ്ങളുടെ കുടുംബത്തിനകത്തെ പ്രതികൂലങ്ങളെ മാറ്റുന്നതോ ആ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നതോ. തന്റെ വചനം പറയുന്ന ഈ ജലനദി ഒഴുകി ചെല്ലുന്നിടത്തല്ല ചലിക്കുന്ന ജീവജല പ്രാണികൾ ഉണ്ടാകുമെന്ന് വചനത്തിൽ വായിക്കുന്നു. ഈ ആത്മാവിന്റെ ശക്തി ഇത് നമ്മൾ ധാരണ ചെയ്ത് വരുന്നത് അമേരിക്ക ദൈവത്തിന് സ്വീകരിക്കട്ടെ. അപ്പോൾ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച ഈ നമ്മുടെ മൺകൂടാരത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്. പൗലോസിനെ വ്യാപരിച്ച അതേ ആത്മാവ് തന്നെയാണ് 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ മേലിൽ വ്യാപരിക്കുന്നത്. പൗലോസിനെ പ്രതികൂലങ്ങൾ പിടിപ്പിച്ചത് ഇന്ന് പോലെക്കാലം നമ്മെ പിടിപ്പിപ്പാൻ കഴിവുണ്ടെന്ന് ഇന്ന് ദൈവത്തിൽ വിശ്വസിക്കുക. പ്രാർത്ഥിക്കത്താവേ അവരുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കുക. ഇന്ന് പകരം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കത്താവേ എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ ഒന്ന് പ്രകാശിപ്പിക്കുക. എന്നെ എന്തിനാ നീ വിളിച്ചതെന്നുള്ളതിനെ ആ ആശ എന്റെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കുക. പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായിരുന്നു ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നവനാണ് എലീശ. ഏലിയാവ് മരിക്കാറായപ്പോൾ, ഏലിയാവിനെ ദൈവം സ്വർഗത്തിലേക്ക് എടുക്കാറായപ്പോൾ ഏലിയാവ് ഏലീശയെ വിളിച്ചിട്ട് അവനോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. മകനെ, നീ ഇവിടെ പാർത്തുകൊള്ളുക, ഞാൻ ഇവിടെ നിന്ന് എരിഹോവിലേക്ക് പോവുകയാണ്. അവൻ പറഞ്ഞു, എന്നാണ് ദൈവത്തിനാണ് ഞാൻ നിന്നെ വിടുകയില്ല. ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ച ഏലീശയ്ക്ക് ഒരു കാര്യം അറിയാം. എന്നെ ദൈവം വിളിച്ചത് ഏലിയാവിനേക്കാൾ ഇരട്ടി ശുശ്രൂഷ ചെയ്യാനാണ്. അതുകൊണ്ട് അവരുടെ കാര്യം കൂടെ അവൻ ദൈവിക വെളിപ്പാടിൽ മനസ്സിലാക്കി. ഏലിയാവിനെ ദൈവം എടുക്കുന്നത് ആത്മാവിൽ കണ്ടാൽ ആ ശക്തി എന്റെ മേലേക്ക് വരും. ദൈവങ്ങളെ നീ തിരിച്ചറിയ, ദൈവം നിന്നെ കുറിച്ച് എന്തിനാ വിളിച്ചതുള്ള വിളിയുടെ ആശ തിരിച്ചറിഞ്ഞാൽ അതിനുവേണ്ടി നീ ഓട്. അവൻ കഴിഞ്ഞ ആവർത്തിച്ചതുപോലെ ഒരു മനുഷ്യൻ ഒരു വയൽ കണ്ടു. ആ വയൽ പതിൽ കണ്ടമായിരുന്നു. അതിനകത്ത് ഒരു കൃഷി നടത്താൻ കൊള്ളത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കുക. എന്നാൽ അവന്റെ വസ്തു, വീട്, സകലതും വിറ്റ് അവൻ ആ വസ്തു വാങ്ങി. അവൻ നാട്ടുകാർ പറഞ്ഞു, ഇവനെ പോലെ ഏറ്റവും അവൻ മണ്ടനായ ഒരു മനുഷ്യൻ ആരുള്ളൂ. എന്നാൽ അവൻ പറയുകയാണ്, ഞാൻ നിങ്ങൾ എന്നെ മണ്ണെന്ന് പറയും, പക്ഷെ ഞാൻ ഇതിനകത്ത് ഒരു നീതി ഒളിച്ചു വെച്ചിരിക്കുന്നത് കണ്ടു. അത് സ്വർഗരാജ്യമാണ്. സ്വർഗരാജ്യത്തിന്റെ നീതി ഒളിച്ചു വെച്ചിരിക്കുന്നത് കണ്ടിട്ടുള്ള ദൈവമക്കൾ, ലോകം നമ്മെ എന്ത് പറഞ്ഞാലും എന്ത് പഴി പറഞ്ഞാലും എന്റെ വിളിയുടെ ആശയം എന്താണെന്ന് നിങ്ങൾക്കറിയോ. അതുകൊണ്ട് തയ്യാറാകട്ടെ.
ദൈവത്തിനാണ്, യഹോവയാണ്, നിന്നാണ്, ഞാൻ നിന്നെ വിടുകയില്ല. ഏലിയാവിന്റെ കാര്യം മനസ്സിലായി. എരിഹോവിൽ വന്നപ്പോൾ അവിടെയുള്ള പ്രവാചക ശിഷ്യന്മാരെല്ലാം കൂടെ ഏലിയാവിനോട്, എലീശയോട് പറഞ്ഞു, നീ അറിയുന്നില്ലേ നമ്മുടെ യജമാനെ ദൈവം സ്വർഗത്തിലേക്ക് എടുക്കാൻ പോവുകയോ, അതുകൊണ്ട് ഇവിടുത്തെ ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പളായിട്ട് നീ ഇരിക്ക്, നീ ഇനി പോകണ്ട എന്നാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ എലീശ പറയാം, നിങ്ങൾ മിണ്ടാതിരിപ്പി. പ്രവാചക ശിഷ്യന്മാർ പല അഭിപ്രായം പറഞ്ഞു. നീ ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പാളാവ്, നീ ഈ സഭ ഏറ്റെടുക്ക്, നീ ഈ ശുശ്രൂഷ ചെയ്യ്, ഇതാ നിന്റെ വിളിയെന്ന് പലരും നിന്നെ കുറിച്ച് പറയുമ്പോ എലീശയ്ക്ക് അറിയോ എന്റെ വിളിയുടെ ആശയത്താണ്. ഏലിയാവിനേക്കാൾ ഇരട്ടി ശുശ്രൂഷയാണ് ദൈവം എന്റെ മേൽ വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ മുന്നോട്ട് പോവുക. അത് ദൈവം ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുക്കുന്നത് എന്നെ കണ്ണുകൊണ്ട് കണ്ട, അതെനിക്ക് കിട്ടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഏലിയാവിന്റെ പുറകെ ഓടുകയാ. ദൈവത്തിലെ നമ്മുടെ ഹൃദയദൃഷ്ടിയുടെ പ്രകാശത്തെ മങ്ങിപ്പിക്കുന്ന, നമ്മുടെ അവൻ ഉദ്ദേശ ലക്ഷ്യത്തെ തകർത്ത് കളയുന്ന അനേക ഭൗതിക നന്മകൾ, അനേക ഭൗതിക ചാൻസുകൾ, നിന്റെ ഓട്ടത്തെ തെറ്റിക്കുന്ന, നിന്റെ വിളിയെ തെറ്റിക്കുന്ന അനേക ലോകത്തിന്റെ മായകൾ നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തുയേശുവിന്റെ നാമനിമിത്തം ഇതെല്ലാം ഓട്ടോ ഞാൻ സ്ഥിരതയോടെ ഓടുമെന്ന് ഇന്ന് മുതൽ എത്ര ദൈവത്തിന് സമർപ്പിക്കുക. അവരെ കൊണ്ട് ദൈവത്തിന് ജയിപ്പിക്കുക. അവർ രണ്ടുപേരും കൂടെ യാത്രയായി യോർദാന്റെ കരയിലെത്തി. യോർദാന്റെ അടുക്കൽ വന്നപ്പോൾ ഏലിയാവ് പറഞ്ഞു, മകനെ എന്നെ ദൈവം സ്വർഗത്തിലേക്ക് എടുക്കാൻ പോവുക. അവൻ പറഞ്ഞു, സ്വത്രം എനിക്കത് കാണണം. അപ്പൊ ഏലിയാവിന്റെ കാര്യം മനസ്സിലായി, ഇവൻ എന്നെ വിട്ടു മാറുന്ന ലക്ഷണമില്ല. ഏലിയാവിന് മനസ്സിലായി, യഥാർത്ഥമായി വിളികാട്ടവനായവൻ, അതുകൊണ്ട് ഇവൻ എന്നെ വിട്ടുമാറുകയില്ല. അതുകൊണ്ട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ അവൻ എന്നിൽ നിന്നൊരു പുതപ്പ് താഴേക്ക് വീഴു, അത് നീ എടുത്താൽ ഇരട്ടി ശക്തി നിലമേൽ ലഭിക്കും. അതിനുവേണ്ടി ഏലിയാവിന്റെ കയ്യിൽ നിന്ന് പുതപ്പ് കൊണ്ട് ഈ യോർദാനെ അടിച്ചു. യോർദാൻ രണ്ടായി കീറി. അവർ രണ്ടുപേരും കൂടെ അക്കരെ കടന്നു. അക്കരെ നിൽക്കുമ്പോൾ, ഇങ്ങനെ സമ്പാദിച്ചു നിൽക്കുമ്പോൾ, ആത്മാവിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ, ഇതാ ആ സ്വർഗത്തിൽ നിന്ന് അഗ്നിമയമായ അശ്വങ്ങളുടെ രഥങ്ങൾ താഴേക്ക് ഇറങ്ങി വരുന്നത് എലീശ കണ്ടു. ഏലിയാവ് കണ്ടു. പെട്ടെന്ന് ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുത്തു. എലീശ നിലവിളിച്ചു, ഓ ഇസ്രായേലിന്റെ തീരുമാനമായുള്ളവേ, ഓ നീ എന്നോട് ചില വാഗ്ദത്തം എവിടെ? എന്റെ ദൈവമേ, നീ എന്നോട് വിളിച്ച വാഗ്ദത്തം എവിടെ? അവൻ നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആകാശത്തിൽ കൃപയുടെ പുറപ്പവൻ അത്ഭുതപവനവൻ കയ്യിലെടുത്തു. അവൻ ഏലിയാവിൽ നിന്ന് ഇരട്ടി ശക്തി അവൻ പ്രാപിക്കുകയോ. അവന്റെ വിളിയുടെ ആശയം എന്താണെന്ന് അവൻ അറിയാമായിരുന്നു. നമുക്ക് ദൈവത്തിന്റെ വിളി പ്രാപിച്ചവൻ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ചെയ്തവനാ ഏലിയാവ് അവസാനം ചെയ്ത ശുശ്രൂഷ എലീശ ആദ്യം ചെയ്തു. ഏലിയാവ് അവസാനമാണ് യോർദാനെ രണ്ടായി പുതുക്കൊണ്ട് അടിച്ചു കീറി അക്കരെ കിടന്നത്. എന്നാൽ എലീശയുടെ ഒന്നാമത്തെ ശുശ്രൂഷ യോർദാനെ കീറുകയായിരുന്നു. ദൈവമേ, നിന്റെ വിളിയുടെ ആശയം തിരിച്ചറിയുക. മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യേണ്ട, മറ്റുള്ളവരെ ശിഷ്യണ്ട. ശുശ്രൂഷ അതെന്താണ് നീ എന്ന് തിരിച്ചറിഞ്ഞ ദൈവത്തിന്റെ വിളിയുടെ ആശ ഇന്ന് മുൻകാലത്ത് മനസ്സിലാക്കുക. ഏലിയാവ് അവസാനം ചെയ്ത ശുശ്രൂഷ എലീശ ആദ്യം ചെയ്തു. എലീശ ആദ്യം യോർദാനെ കീറി. ദൈവം അവനോട് പറഞ്ഞ ശുശ്രൂഷ വിളിയുടെ ആശ ഏലിയാവിനേക്കാൾ ഇരട്ടി പങ്ക്. ഏലിയാവ് മരിച്ചവരിൽ ഒരാളെ മാത്രം ഉയർപ്പിച്ചുള്ളൂ. സരാബാത്തിലെ വിധവയുടെ മകനെ ഏലിയാവ് ഉയർപ്പിച്ചു. ഏലിയാവ് മരിച്ചുപോയി. എലീശ രണ്ടുപേരെ ഏറ്റവും കുറഞ്ഞ ഉയർപ്പിക്കണം. കാരണം ഏലിയാവ് എന്ത് ചെയ്തു അതിനേക്കാൾ ഇരട്ടിയാ. എന്നാൽ എലീശ ശൂന്യകാരത്തിയുടെ മകനെ ഉയർപ്പിച്ചു. എലീശ മരിച്ചുപോയി. ഇസ്രായേലിന്റെ നിയമപ്രകാരം എലീശയെ അടക്കം ചെയ്തു. എന്നാൽ ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേലിൽ ഒരു യുദ്ധമുണ്ടായി. യുദ്ധം നടക്കുന്ന സമയത്ത് ചിലരെ മരിച്ചവരെ അടക്കാൻ അവൻ കല്ലറയിലേക്ക് ചെന്ന് സെമിത്തേരിയിലേക്ക് ചെന്നു. സെമിത്തേരിയിൽ ചെന്ന് കുഴി വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ യുദ്ധം ചെയ്ത ആൾക്കാർ അവർ നേരെ ചാടി വീണു. അവർ അവൻ പെട്ടെന്ന് പ്രാണരക്ഷാർത്ത് ആ ഡെഡ് ബോഡി എടുത്ത് ഒരു ശവക്കല്ലറയിലേക്ക് ഇട്ടിട്ട് ഓടിപ്പോയി. വചനം പറയുന്നത് എലീശയുടെ ശവക്കല്ലറയായിരുന്നു. ആ ഡെഡ് ബോഡി എലീശയുടെ ശവക്കല്ലറയിൽ തൊട്ടപ്പോൾ ആ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ഇന്നവരെ ദൈവത്തിൽ അവനെ വിശ്വസിക്കുക. ദൈവത്തിന്റെ വിളി ആശ നിന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുക. കാലങ്ങൾ മാറിയാല്, സമയങ്ങൾ നീങ്ങിയാല്, മനുഷ്യന് തോന്നിയാല് ഉയർപ്പിക്കാൻ ശക്തിയുള്ള ആ ദൈവത്തിന്റെ വിളി ദൈവത്തിന്റെ വിളിയുടെ ആശ ഇന്നത്തെ കാലം ഏറ്റെടുക്കുക.
വിശ്വാസികളുടെ ഉള്ളിയുടെ ആശയം വെളിപ്പെടുത്തി കൊടുക്കുക. അവരെ എന്തിനാണ് നീ വിളിച്ചവരെ വെളിപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ കാലദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മൾ സംസാരിക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കത്താമേ, നീ എന്തിനാ എന്നെ വിളിച്ചേ? എന്റെ വിളിയുടെ ആശയം ജീവിതത്തിൽ നിന്ന് വെളിപ്പെടുത്തും. താമേ എന്റെ ഹൃദയത്തിന്റെ കടകളെ തുറക്കണം. ആമേ സ്വത്ര ദൈവാത്മാവിന്റെ ആഴേറിയ ശക്തിയോ എന്നെ നിറയ്ക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. അഭിഷേകത്തിന്റെ ശക്തി ആത്മനിർഭനാ ദൈവം നിറയ്ക്കും. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പൗലോസ് ആത്മഭാരത്തോട് ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സഹോദരനായ തീക്കോസിന്റെ ഈ കത്ത് കൊടുത്ത് എപ്പസോസ് സഭയിൽ വായിച്ചു കേൾപ്പിക്കാൻ പറഞ്ഞു. അവർ കാരാഗ്രഹത്തിൽ കിടക്കുക. ഞാൻ നല്ല പോർ വരുന്നു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി രീതികൾ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും ഈ 2011 ഈ ബ്രിസ്റ്റോൾ സഭയിലുള്ള വിശ്വാസികൾക്കും യേശുവിൽ പ്രിയം വെച്ചിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും കർത്താവ് വെച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങൾ നിങ്ങളുടെ ഓട്ടസ്ഥിരതയോട് ഓടുവാൻ ദൈവം സഹായിക്കട്ടെ.